അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നത് എൻ്റെ ഈ 2-3 ദിവസത്തെ ഒരു അനുഭവങ്ങളെ പറ്റിയാണ്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരാളൊരു കമൻ്റ് ഇട്ടിരുന്നു. ഒരു 36 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവരെൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. ഞാൻ ആ ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്തു. അവരെന്നെ വിളിക്കുന്ന സമയത്ത് വളരെ നിരാശപ്പെട്ടാണ് വിളിച്ചത്. അതായത് ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും, അതായത് ശരിക്കും ഒരു ആത്മഹത്യയുടെ വക്കിൽ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാനും പേടിച്ചു പോയി. കാരണം അവർക്കൊരു രീതിയിലും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസങ്ങളാണ്, ജീവിക്കാൻ പറ്റുന്നില്ല, ആരും സപ്പോർട്ടില്ല, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തിലാണ് അവർ വിളിച്ചത്. അങ്ങനെ വിളിച്ച സമയത്ത് പക്ഷെ എന്തോ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. ഇപ്പോൾ അവർ പണ്ടത്തെ പോലെ ഓക്കെ ആയി മാറി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, നമ്മളെന്തും ഏതിനും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അള്ളാഹു നമുക്കത് തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായും അൽഹംദുലില്ലാ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. അതിലൊരു സംശയമേ ഇല്ല. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു മലയാളി ഫാമിലി അഡ്മിറ്റായി. അവരൊരു അൺകോൺഷ്യസ് അവസ്ഥയിൽ പോയി. അതായത് അവർ ഡെലിവറി ടൈമിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്ലഡുമായിട്ട് കലർന്ന് അവർ അൺകോൺഷ്യസായി. അവസാനം ആ സ്ത്രീ വെന്റിലേറ്ററിലായി. അതായത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ. ഒരു 2 വീക്സായിട്ട് മരുന്നിനോട് പോലും അവർ പ്രതികരിച്ചിട്ടില്ല. അവരെന്തെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഇതിന് മറുപടി പറയുമായിരിക്കും. അതുപോലെ വളരെ ഗുരുതരമായ അവസ്ഥയിലെത്തിയവർ. ആ സമയത്താണ് ഞാൻ ഉംറയ്ക്ക് പോയി വന്ന സമയം. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരിയുടെ ഫാമിലി ഫ്രണ്ടാണ് ഇവർ. അവൾ എന്നോട് പറയുന്നുണ്ട്, എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഇവിടെ അഡ്മിറ്റാണ്, ഇതുപോലെ വെന്റിലേറ്ററിനാണ്, ഗുരുതരാവസ്ഥയാണ്. അപ്പം ഞാൻ അവിടെ അവളോട് പറഞ്ഞു, എൻ്റെ കുറച്ച് സംസം വെള്ളമുണ്ട്, നമുക്കതുകൊണ്ട് അവരുടെ അടുത്ത് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ ICUയിൽ അവരെ കാണാൻ ചെന്നു. വെന്റിലേറ്ററിൽ കൂടെ നിൽക്കുന്നത് ഒരു പലസ്തീനി ഡോക്ടറാണ്. സാധാരണ നിലയ്ക്ക് വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് നമുക്കൊന്നും കൊടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആയതുകൊണ്ടായിരിക്കാം ആ ഡോക്ടർ ഞാൻ ഈ സംസം വെള്ളം ഇവർക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തോളാൻ പുള്ളി എനിക്ക് അനുവാദം തരികയും ചെയ്തു. ഞാൻ വെള്ളം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അള്ളാഹു തവക്കൽ ചെയ്ത് സത്യം പറയാം, മനസ്സിൽ പൂർണ്ണ വിശ്വാസം ഉറപ്പിച്ച് ഇതുകൊണ്ട് അവർ രക്ഷപ്പെടും എന്ന് കരുതി ഞാൻ അവർക്ക് ആ സംസം വെള്ളം കൊടുക്കുക തന്നെ ചെയ്തു. പക്ഷെ പടച്ചവൻ്റെ കൃപയാൽ പറയട്ടെ, 2 ആഴ്ചയായിട്ട് മരുന്നിനോട് പോലും പ്രതികരിക്കാതെ കിടന്നൊരു രോഗി അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് അവർ ആ വീക്ക് തന്നെ അൽഹംദുലില്ലാ അവർക്ക് ബോധം വരികയും കുറച്ച് നാളുകൾക്ക് ശേഷം അൽഹംദുലില്ലാ അവർ വലിയ ഹയറായിട്ട് എണ്ണിച്ച് നടക്കാനും തുടങ്ങി കേട്ടോ. പക്ഷെ എനിക്ക് വളരെ അതിശയമാണ് തോന്നിയത്. അള്ളാഹുവേ, എൻ്റെ പടച്ചവനെ, ഇപ്പം ഞാൻ ചെയ്തത് വലിയൊരു കാര്യമായിട്ടല്ല പറയുന്നത്. നമ്മൾ അള്ളാഹുൽ എന്ത് തവക്കൽ ചെയ്താലും അത് വലിയ ഹയർ അതിനുണ്ടാവും. അള്ളാഹുവിനെ വിശ്വസിച്ചാൽ അത് എന്തും പടച്ചവനെ നമ്മൾ വിശ്വസിച്ച് ചെയ്താൽ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ കൂട്ട് നമുക്കുണ്ടാകുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ തെളിവ്. ഇത് കഥയല്ല കേട്ടോ, സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. എന്തെങ്കിലും ആ ഫാമിലി എനിക്ക് കണ്ടുമുട്ടിയാൽ നേരിട്ട് എനിക്ക് യൂട്യൂബിൽ കൊണ്ടുവരാൻ പറ്റിയാൽ അവരുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയല്ലേ ഹാജറ ബീവിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസം വെള്ളം കൊടുത്തത് ഒരു മരുഭൂമിയിൽ നിന്നാണ്, അല്ലയോ? ആറില്ല, കിണറില്ല, വേറെ തരത്തിലുള്ള വെള്ളവുമില്ല. പക്ഷെ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു, പടച്ചവനെ വെള്ളം തരണേ എന്ന് ദുആ ചെയ്തപ്പം ആരോരുമില്ലാത്ത ആ മരുഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസം വെള്ളം കൊടുത്തില്ലേ? ആ സംസം വെള്ളം ഒരു തവണ മാത്രം കൊടുത്ത് നിർത്തിയോ? ഇല്ല. പക്ഷെ മാനവ ജനതയ്ക്ക് കാണാൻ വേണ്ടി അൽഹംദുലില്ലാ ഇന്നും ഉറവറ്റാത്ത സംസം കിണർ ഒഴുകുന്നില്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? അവർക്ക് അള്ളാഹുവിനോടുള്ള വിശ്വാസം, അതായത് അള്ളാഹു അത് തരും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ വല്ലാഹി സത്യം റബ്ബ് നമ്മുടെ കൂടെ തന്നെ കാണും. ഇത് ഒരു രീതിയിലും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്. അള്ളാഹു നിങ്ങൾ എത്ര വിശ്വസിക്കുന്നോ അത്രത്തോളം പടച്ചവൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും. എൻ്റെ അനുഭവം മുഴുവൻ അതാണ്. ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. എൻ്റെ അനുഭവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു 17 വയസ്സ് വരെ വലിയ നമസ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരാളാണ് ഞാൻ.
പക്ഷെ ഒരു സുപ്രഭാതത്തിൽ 5 നേരം നമസ്കരിക്കാൻ തുടങ്ങി, ഓതാൻ തുടങ്ങി, ദിക്ർ പറയാൻ തുടങ്ങി. അതിനുശേഷം എനിക്കറിയില്ല, എൻ്റെ പടച്ചവൻ എൻ്റെ മനസ്സിൽ തന്ന മാറ്റങ്ങൾ കാരണം തന്നെ ഞാൻ എന്തും എൻ്റെ റബ്ബിനോട് തവക്കൽ ചെയ്ത് ചെയ്യാറുള്ളൂ. ഈ നിമിഷം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ഹൈറാക്കി തന്നിട്ടുമുണ്ട്. ഇനി വരുന്ന തലമുറയോടും തീർച്ചയായിട്ടും ഞാൻ പറയുക, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുക. എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും നിങ്ങൾ പടച്ചവനെ വരമേൽപ്പിക്കുക. തവക്കൽത്തു അലല്ലാഹ്, അതായത് അള്ളാഹ് നീ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ, നിന്നിൽ ഏൽപ്പിക്കുന്നു. ഹൈറാണെങ്കിൽ നീ എനിക്ക് തരിക, ഷർറാണെങ്കിൽ നീ അതെൻ്റെ നിന്ന് മാറ്റിവിടുക. ഈ ദുആ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. അതെന്ത് കാര്യത്തിനായിക്കോട്ടെ, ഒരു കല്യാണമോ ഒരു ബിസിനസ്സോ എന്ത് കാര്യമായിക്കോട്ടെ, ഇറങ്ങുമ്പം അള്ളാഹുവേ ഹൈറാണെങ്കിൽ നീ ഇതെനിക്ക് നടത്തി തരണേ, ഷർറാണെങ്കിൽ നീ എൻ്റെ അടുത്ത് നിന്നെ മാറ്റിവിട്ടേക്കണേ എന്നുള്ള ദുആ കൂടെ ഉറപ്പായിട്ട് നിങ്ങൾ ഇറങ്ങി അള്ളാഹുൽ വിശ്വസിക്കുക തന്നെ ചെയ്യുക. ഉറപ്പായിട്ട് അവനെ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നു അത്രത്തോളം അവൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. റബ്ബിൻ്റെ അനുഗ്രഹം അത്ര വലുതാണ്. ഇനി ഒരു ഓർമ്മപ്പെടുത്തലൂടെ, ഇന്ന് ജുമാ അള്ളാഹുവിൻ്റെ റസൂലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൗദയിലത്തേക്ക് നമുക്ക് എത്ര നമുക്ക് സലാത്ത് ഓതാൻ പറ്റുമോ അത്ര സലാത്ത് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുക. ഉറപ്പായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുആകളെയും സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ നബിയിൽ നമ്മൾ ഓതിയ എല്ലാ സലാത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആയിൽ എന്നെ എൻ്റെ കുടുംബത്തെയും കൂടെ ഉൾപ്പെടുത്തുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അള്ളാഹുവിലുള്ള വിശ്വാസം എവിടെ തകർന്നു പോയാലും അള്ളാഹുവിലുള്ള വിശ്വാസം നിങ്ങൾ കളയാതിരിക്കുക. വീണ്ടും റബ്ബ് നമ്മളെ പിടിച്ചു കയറ്റുമെന്നും നമ്മുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്നും ഒരിടത്തു നിന്ന് നമ്മൾ അധപ്പതിച്ചു പോകത്തില്ലെന്നും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് നമ്മൾ കരുതിയാൽ മാത്രം മതി. ആ കരുതൽ ഉറച്ചതാണെങ്കിൽ വല്ലാഹി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതൊരു അത് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു അദൃശ്യമായിട്ട് തന്നെ നമുക്കത് വരിക തന്നെ ചെയ്യും. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ പല കാര്യങ്ങളും നടന്നു പോകാറില്ലേ, അത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് തന്നെ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അടിയുറച്ച് വിശ്വസിക്കുക. ഇൻഷാ അല്ലാഹ് തമ്പുരാൻ്റെ കൃപയാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിച്ചു തരും. അതുകൊണ്ട് മനസ്സ് വിഷമിക്കുന്നവർ നമ്മളൊരു പടപ്പിനോട് പറയുന്നതിനെക്കാട്ടി ഏറ്റവും നല്ല നമ്മൾ പടച്ചവനോട് പറയുന്നതാണ്. കാരണം പടപ്പിനോട് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എത്രമാത്രം മനസ്സിലാകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പടച്ചവനോട് പറഞ്ഞാലോ അവൻ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും അവനതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുൽ ഫാരം ഏൽപ്പിക്കുക, എല്ലാ ഹൈറായി വരും ഇൻഷാ അല്ലാഹ്.